എന്നിട്ട് ഞങ്ങളുടെ തന്നെ രീതിയിൽ പണം പിരിക്കുമെന്നാണ്. അന്ന് KPCC പ്രസിഡന്റായിരുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സുധാകരനാണ്, കെ സുധാകരൻ. ആരും പണം എവിടെയും വേറെ കൊടുക്കാൻ പാടില്ല, നമ്മുടെ നിധിയിലേക്ക് പണം നൽകണം. എല്ലാവരും നിധിയിലേക്ക് പണം നൽകി. MLA മാർ, MP മാർ, സാധാരണക്കാരായ ആളുകൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, കേരളത്തിലുടനീളം ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളിൽ നിന്നെല്ലാം പണം വാങ്ങി നിങ്ങൾ. അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടി എന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞത്. കോടിക്കണക്കിന് ഉറുപ്പിക. എത്ര കോടിയാണെന്നും പറഞ്ഞില്ല, 100 കണക്കിന് കോടിയാണ് നിങ്ങൾ പിരിച്ചത്. ഈ 230 വീടുണ്ടാക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ വേറെ പിരിച്ചു. കോൺഗ്രസ്സുകാർ ഞാൻ ഈ പറഞ്ഞ പോലെ പിരിച്ചു. MP മാരും MLA മാരും പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിങ്ങൾ പണശേഖരണം നടത്തി. ആ പണശേഖരണം നടത്തിയത് പുനർജനി പോലെ തന്നെ. ഒരു നയാ പൈസയുടെ ബാക്കി ഇപ്പോഴില്ല എന്നാണ് പറയുന്നത്. എല്ലാം തീർന്നു പോയി. അത്രേ ഒരു 4-5 കോടി ഉറുപ്പിയുടെ കണക്ക് ആകെ ഒരു കടലാസ് കൊണ്ടുവന്നിട്ട് സണ്ണി ജോസഫ് പറഞ്ഞത്. ശുദ്ധ അസംബന്ധ കണക്കാണ്. വ്യക്തമായ ഒരു കണക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കും, ഞങ്ങൾ സ്ഥലം എടുത്തു. ആന കയറുന്ന ഒരു സ്ഥലം ഇപ്പോഴെത്തിയിരിക്കുകയാണ്. അവിടെ ആനക്കൂട്ടത്തോടുകൂടി വരുന്ന സ്ഥലമാണെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വളരെ ശക്തമായ എതിർപ്പ് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്ന് തറക്കല്ലിട്ടു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ഞങ്ങൾ 230 വീടിൻ്റെ തറക്കല്ലിട്ടു എന്നവർ പറഞ്ഞു. ആ തറക്കല്ലിൻ്റെ മേലെ ഒരു കല്ല് ഇതേവരെ വെച്ചിട്ടില്ല. കല്ല് വെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു നയാ പൈസ ബാക്കിയില്ല എന്ന് സണ്ണി ജോസഫ് പറയുകയും ചെയ്തു. നിങ്ങൾ എത്ര കോടി ഉറുപ്പിയുടെ കൊള്ളയാണ് നടത്തിയത്? പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു പോയ ശവം ചൂണ്ടിക്കാണിച്ച് 2 വാർഡ് തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതായി പോയ മുണ്ടക്കൈ ദുരന്തത്തെപ്പറ്റി, ആ ദുരന്ത ഭൂമിയിലുള്ള ആളുകൾക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 230 വീടിന് വേണ്ടി നിങ്ങളെല്ലാം ഫണ്ട് പിരിച്ച് പണം പിരിച്ച് ആ പണം മുഴുവൻ ഇപ്പോഴും എവിടെയും കാണാനില്ല. ഇത് വരുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ദുരന്ത ഭൂമിയിൽ നിന്ന് വൈകാരികമായ തലത്തിൽ 100 കണക്കിന് കോടി ഉറുപ്പിക പിരിച്ചുണ്ടാക്കുക. എന്നിട്ട് ഒരു നയാ പൈസയും അതിനുവേണ്ടി ചെലവഴിക്കാതെ ആ പണം മുഴുവൻ സ്വാഹാം. നായനാരുടെ ഭാഷയിൽ അങ്ങനെയാണ്, സ്വാഹാം. എല്ലാം പൂർണ്ണമായിട്ടും അവരുടെ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഒരു കണക്കുമില്ല, ഒരു കണക്കും പറയുന്നില്ല. പറഞ്ഞ കണക്ക് കളവാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫ് പറഞ്ഞ കണക്ക് തെറ്റാണ്. ഞങ്ങൾക്ക് ആകെ 5 കോടി ഉറുപ്പികയെ കിട്ടിയിട്ടുള്ളൂ. അതിൽ യൂത്ത് കോൺഗ്രസ് തന്നെ 1 കോടിയിലധികം കൊടുത്തിട്ടുണ്ട് എന്ന് അവരും പറയുന്നുണ്ട്. ഈ പണമെല്ലാം എവിടെയാ പോയേ? യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച മുഴുവൻ കൊടുത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസ് പിരിച്ച പണം എവിടെ പോയി? ജോയിന്റ് അക്കൗണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതില്ല. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് യഥാർത്ഥത്തിൽ 2018 ദുരന്തം വന്നപ്പോഴുള്ള ഈ ചിത്രം. ഇങ്ങനെ കളവ് ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞില്ലേ, 2018 അവസാനമാകുമ്പോൾ ചോദ്യം ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ കൃത്യമായ കണക്ക് പറയുക? അപ്പോൾ VD സതീശൻ പറഞ്ഞു 2019 ഡിസംബറിൽ, എന്തോ മുഹൂർത്തം, 2019 ഡിസംബറിൽ ഞങ്ങൾ ഇതിൻ്റെ കൃത്യമായ കണക്ക് അവതരിപ്പിക്കും. 2019 എവിടെയും കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതാണ് വിചിത്രമായ ഒരു കാര്യം. ഞാൻ പറവൂരാരോട് ചോദിക്കുകയാണ്. ഈ പറവൂരിൽ 216 വീടിന് വേണ്ടി പണം പിരിച്ച് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്ന് വിവിധ ഏജൻസികളുടെ കയ്യിലൂടെ പണം കൈമാറി ഇവിടെ എത്തിയതിന് ശേഷം VD സതീശൻ്റെ ഈ പറയുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായി ആർക്കെങ്കിലും ഒരാൾക്ക് വീട് കൊടുത്തതിൻ്റെ തെളിവ് പറയാനുണ്ടോ? അപ്പോൾ പറയുന്നത് 19 വീട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പുനർജനിയുടെ ഭാഗമായിട്ട്. ആ 19 വീട് സ്വകാര്യ ആശുപത്രിക്കാർ അതുപോലെ തന്നെ ഓരോരുത്തരും സ്പോൺസർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആ 19 വീടും പുനർജനിയായിട്ട് യാതൊരു ബന്ധമില്ല. അതിൻ്റെ റോഡിൻ്റെ മേലെ പുനർജനി എന്ന് ബോർഡ് വെച്ചത് മാത്രം. ആ വീട് നിർമ്മിച്ചതൊന്നും പുനർജനിയല്ല. ആസൻ, നമ്മുടെ മെഡിസിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയതാണ്. ഒരുപാട് ആശുപത്രി അതുപോലെ തന്നെ വ്യക്തികൾ
അവരെല്ലാം ചേർന്നിട്ടാണ് ഈ 19 വീടുണ്ടാക്കിയത്, അല്ലാതെ പുനർജനിയുടെ ഭാഗമായിട്ടുള്ള വീടല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ 216 വീട് ഇവിടെ, ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ ആര് എന്ന് പറഞ്ഞാൽ വെറുതെ ആരെങ്കിലും അല്ലല്ലോ. ആരെങ്കിലും ഉണ്ടാവില്ലേ? ഒരു മനുഷ്യനുണ്ടാവില്ലേ? 216 വീടുണ്ടെങ്കിൽ 216 കുടുംബം ഉണ്ടാവില്ലേ? ആ 216 കുടുംബത്തിന്റെ പേര് പറ. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ പറവൂർക്കാർക്ക്. ഞങ്ങൾക്ക് ചിലപ്പോൾ പറവൂരിലെ ആളുകൾ മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പറവൂരുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ. ഇന്ന ആളുകൾക്ക് വീട് കിട്ടി. 216 ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള്, 100ാമത്തെ ആള്, 216ാമത്തെ ആള്. കളവല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദമായ രേഖയുണ്ട്, വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, കണക്കും പറയാൻ കഴിയും. എന്തേ നിങ്ങൾ പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ കാര്യം കൃത്യമായിട്ട് ജനങ്ങളോട് പറയാത്തത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, പറയാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന 216 ആൾക്ക് വീട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ പുനർജനിയുടെ പേര് വെച്ച 19 വീടിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഏജൻസികൾ നൽകിയിട്ടുള്ള സംഭാവനയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ വീടാണ്. നിങ്ങൾ കുറേശ്ശെ പൈസ അവിടെ ഇവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വെള്ളം കയറി അവർക്ക് കടക്കാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഇതും തമ്മിൽ ഇത് രണ്ടും രണ്ടാണ്. ഞാൻ ഒരു പൈസയും കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ തയ്യൽ മെഷീൻ ഉണ്ടായി കൊടുത്തിട്ടുണ്ടാവാൻ കുറച്ച്. ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് 500 പൗണ്ടെങ്കിലും മിനിമം നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് UK-യിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് നിങ്ങൾ പിരിച്ചു കൊണ്ടുവന്ന പണം വിവിധ ഏജൻസികൾ മുഖേന ബിനാമി ഏർപ്പാടിന്റെ ഭാഗമായി നിങ്ങൾ എവിടെ ചെലവാക്കി? നിങ്ങൾ ആ പണം എന്താണ് ചെയ്തത്? വ്യാപകമായ പണം പിരിച്ചിട്ടും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ എന്തുകൊണ്ടാണ്? ഈ കാര്യം പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന മണ്ഡലം, പറവൂർ മണ്ഡലം. അതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ. ഓരോ പഞ്ചായത്തിലും ഉണ്ടായ വീട് 500, 600 വീടുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് താക്കോൽ കൈമാറിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് ആയിരക്കണക്കിന് വീടാണ്. എന്നിട്ട് എവിടെ നിന്റെ 216 വീട് എന്നാണ് VD സദസ്യനോട് ചോദിക്കാനുള്ളത്? അപ്പോൾ ശരിയായ രീതിയിൽ കണക്കുകൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം കള്ളക്കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നതല്ല. കേസെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം തികച്ചും തെറ്റായ ഒന്നാണ്. കാരണം ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അപ്പോൾ പ്രളയത്തെ ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളല്ല ഈ തുടങ്ങിയത് രാജേന്ദ്ര പ്രസാദാണ്. PS രാജേന്ദ്ര പ്രസാദ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഈ ജില്ലയിലെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് വിജിലൻസ് കേസ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. പിന്നെ കൊടുത്തത് ജെയ്സൺ പാനിക്കുളങ്ങര എന്ന് പറയുന്നവൻ. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം മരിച്ചും പോയി. ഈ രണ്ടുപേരും കൂടിയാണ് ഈ കേസെല്ലാം കൈകാര്യം ചെയ്തത്. ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടും അത് സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ, യാതൊരു കാര്യവും വിശദീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ കളവ് പറഞ്ഞു പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സമീപനം.